ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് അഗെയിൻ. അയ്യോ സ്റ്റക്ക്, ഇത് നമ്മൾ എന്താ റാഗ്നറോക്ക് മാപ്പ് തുടങ്ങുമ്പോൾ തന്നെയുള്ള സാധനമാണ് ഇത്. ഇനി ഇത് സ്റ്റക്ക് മാറ്റിയിട്ട് നമുക്ക് മറ്റേ ഇൻട്രോ എടുക്കണം, പക്ഷേ എല്ലാ പ്രശ്നം ഞാൻ മറന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് അഗെയിൻ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഓരോ കുഞ്ഞ് ബേബി വർക്ക്സ് വന്നു കേട്ടത് ഒരുപാട് ടൈം എടുക്കും. ഞാൻ നമ്മുടെ ബേബി മെച്ചുറേഷൻ സാധനമില്ല, അത് ഞാൻ കുറച്ച് ഇട്ടേക്കുന്നത്. അതെന്തിന് കാർച്ചനെ പിടിക്കാനായിട്ട്. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, നമുക്കേ ഇതിനെ ക്രയോപോൾ ആക്കിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ മറ്റേ ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ തമ്പിലെടുത്തിട്ട് ഞാൻ നിർത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇവനെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ ബേബി റെക്സിനെടുത്ത് മാറ്റി വെക്കട്ടെ, കാരണം കാർച്ചനെ പിടിക്കാൻ നമുക്ക് ആവശ്യം വരും. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുന്ന സബ് എന്നെ മറക്കരുത്. ഇന്ന് നമുക്ക് നമ്മുടെ തൈലോക്കോയിലോ ആ സാധനത്തിന് പിടിക്കണം. പിന്നെ ബേസിൽ ബാക്കി സാധനങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെന്താ ഉള്ളത്? പിന്നൊന്നുമില്ലല്ലേ. പിന്നെ മറ്റേ മുള്ള് ചെത്തുന്ന ജീവിയിൽ അതിനെ പിടിക്കണം. അതിനെ നമുക്ക് സെപ്പറേറ്റ് പിടിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ തൈലോക്കോയിലോ അതിനെ പൊടിക്കണം. ഓക്കെ, അപ്പോൾ അതിനാദ്യം ട്രാപ്പ് വേണം, പിന്നെ സാഡിൽ പണിയണ്ടേ. അപ്പോൾ തൈലോക്കോയിലോ നോക്കട്ടെ കേട്ടാ. ഓക്കെ, ലെവൽ 51 നമ്മുടെ തൈലോക്കോയിലോ സാഡിൽ അൺലോക്ക് ആണ്. അപ്പോൾ അത് നമ്മൾ അൺലോക്ക് ആക്കി. ഓക്കെ, ഇനി നമുക്ക് ട്രാപ്പ് സെറ്റ് ആക്കണം. അതിന് വുഡ് താച്ച് ഫൈബർ അത്രയും സാധനം വേണം. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് ക്ലേ കിട്ടി ഗൈസ്. ഇതുണ്ടാ, ഇത് മറ്റേ അബോഡൻ്റെ ആ സാധനം വെച്ചപ്പോൾ കിട്ടിയാൽ തോന്നട്ടാ. അത് കുറേ ഡിസ്ട്രോയ് ചെയ്ത് ഞാൻ, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയാൽ തോന്നട്ടാ. ഓക്കെ, നമുക്കപ്പോൾ ക്രയോപോൾ കുറച്ച് എടുത്തേക്കാം. ആംഗിലോന് ഒരെണ്ണത്തിൽ എടുത്തേക്കാം, കാരണം അവിടെ പോകുമ്പോൾ മെറ്റടിക്കാൻ വേണം. പിന്നെ നമുക്ക് ക്രയോപോൾ വേണം. ക്രയോപോൾ നമ്മുടെ ഇല്ലല്ലോ. ക്രയോപോൾ എടുക്കണം നമുക്കിനി. ഓക്കെ, അത് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് തോന്നട്ടാ. ഞാൻ പിന്നെ ഇപ്പോൾ ഗെയിം സോൺ ഓൺ ആക്കി ഗൈസ്. ഞാൻ ഇപ്പോൾ എൻ്റെ നോർമൽ റെക്കോർഡിനകത്തല്ല, ഞാൻ വേറെ ഒരു സ്ക്രീൻ റെക്കോർഡർ ഡൗൺലോഡ് ആക്കി. അപ്പോൾ ഞാൻ അതിനകത്താണ് ഇപ്പോൾ റെക്കോർഡാക്കൽ. നമ്മളപ്പോൾ നമ്മുടെ ക്രയോപോൾ കുറച്ചെടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റല്ലേ. ഞാൻ ഈ അബോഡൻ്റെ മറ്റേ സാധനമൊക്കെ എടുത്ത് മാറ്റട്ടെ കേട്ടാ ഇൻവെൻട്രിയിൽ നിന്ന്. അത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം, പുറത്തെവിടെയും ഇട്ട് വെക്കാം കേട്ടോ. ഓക്കെ, അതും നമ്മളങ്ങനെ മാറ്റിയിട്ടുണ്ട്. യെസ്, ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് നമ്മുടെ സാഡിൽ പണിതില്ലേ, തൈലോക്കോയിലോ സാഡിൽ. അത് ഒരെണ്ണത്തിന് മാത്രം സാഡിൽ മതി. ഒരെണ്ണം നമ്മൾ നമ്മുടെ ക്രയോപോളിട്ട് എടുത്ത് വെക്കും. അപ്പോൾ തൈലോക്കോയിലോ നോക്കട്ടെ. ഇതാണ് ഇത് യൂട്ടിൻ്റെ സാഡിൽ. ഈ തൈലോൻ്റെ സാഡിൽ ഏതാ? ഇത് റെക്സ്. ഇതാണ് തോന്നട്ടാ. ഇത് കാർച്ചപ്പോൾ തൈലോ സാഡിൽ എന്തേ? തൈലോക്കോയിലോ ഇതിന് ഫൈബർ ഹൈഡും വേണം. ഓക്കെ, ഫൈബർ ഹൈഡും ഉണ്ട് തോന്നട്ടെ. നമ്മുടെ കയ്യിൽ ഫൈബർ ഉണ്ട്, ഹൈഡ് ഉണ്ട്. ഉള്ള ഫൈബർ ഹൈഡ് എല്ലാം എടുത്ത് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇല്ല ഗൈസ്, ഹൈഡ് ഇത്രയും ഉള്ളല്ലോ. ഓക്കെ, റെക്സിനെ കൊണ്ട് പോവാം, നോ വറീസ്. ഹൈഡ് കളക്ട് ആക്കാൻ നമുക്ക് നമ്മുടെ റെക്സി ഉണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ നമ്മുടെ ഫൈബർ ഇട്ടു, അല്ല സോറി, ഹൈഡ് ഇട്ടു, ഫൈബർ ഇട്ടു. ഇനി എന്തോരം വേണം ഇതിനകത്ത്? ഇനി ഹൈഡ് കൂടെ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റെക്സിനെ കൊണ്ട് പോവാം. റെക്സി ഇത് 700 ഇതിനെ കൊണ്ട് പോകാം കേട്ടോ. നമുക്ക് യൂട്ടിനെ കൊണ്ട് പോയാലോ ഗൈസ്? യൂട്ടിനെ കൊണ്ട് പോകാം കേട്ടോ. അത് ഞാൻ തോന്നുന്നു ഡാമേജ് ഞാൻ കൂടുതൽ ഇട്ടേക്കുന്ന. തൽക്കാലം നമുക്കിപ്പോൾ യൂട്ടിനെ കൊണ്ട് പോവാം. ഓക്കെ, നമുക്കിതിന് മില്ലി ഡാമേജ് കൂട്ടാം. എന്ത് കൂട്ടണം ഗൈസിനകത്ത്? മില്ലി ഡാമേജ് കൂട്ടാം അല്ലേ? ഇത് 200, ഇത് 2000 ഉണ്ടല്ലേ, സോറി, പെട്ടെന്ന് 200 വിചാരിച്ച്. ഓക്കെ, അതാ അലർന്ന ഇത്. ഈ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ, പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ ഹെഡ്സെറ്റ് വെച്ചുള്ള. ഞാൻ പുതിയ ഹെഡ്സെറ്റ് മേടിച്ചിട്ട് വേണം എനിക്ക് മര്യാദക്കൊന്ന് ഹെഡ്സെറ്റ് വെച്ച് സമാധാനപരമായിട്ട് കളിക്കാൻ. ഓക്കെ, ഇതിനെ കടിച്ചതിനാ പറ്റുമോ നോക്കട്ടെ കേട്ടാ. ഒറ്റയ്ക്ക് തീർന്നട്ടാ. ഓക്കെ, ഹൈഡ് കിട്ടി. ലെറ്റ്സ് ഗോ. മതി, ഇഷ്ടം പോലെ ഹൈഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പോവാം. നമ്മളുണ്ടല്ലോ ഗൈസ്, ഈ ഗെയിം സൗണ്ട് വെച്ചതിന് ഒരു ഉപകാരം എന്താണെന്ന് അറിയാമോ? നല്ല മൈക്ക് ഉണ്ടെങ്കിലുണ്ടല്ലേ സെറ്റാണ്. അധികം നേരം സംസാരിക്കേണ്ടി വരില്ല. പക്ഷേ എൻ്റെ നല്ല മൈക്കില്ല, ഞാൻ അതുകൊണ്ടാണ് ഗെയിം സൗണ്ട് ഓഫ് ആക്കുന്നത്. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, മൈക്ക് നല്ല സൗണ്ട് അല്ലെങ്കിലും ഞാൻ ഗെയിം സൗണ്ട് കളിക്കാൻ പോകുന്നു. എനിക്ക് വയ്യ അധികം നേരം സംസാരിക്കാൻ. എപ്പോഴും സംസാരിച്ച് ഈ രാവിലെ ചെയ്യുന്നതുകൊണ്ടേ നല്ല വലി കൂടുതലാണ്. ഇങ്ങനെ വലിക്കും, ഒഴുകും മൂക്കി എന്നൊക്കെ എൻ്റെ. ഓക്കെ, അങ്ങനെ തൈലോക്കോയിലോ സാഡിൽ ക്രാഫ്റ്റ് 1. അങ്ങനെ നമ്മൾ ഗൈസ് ഇത് ഇപ്പോഴും ഇടുണ്ടിട്ടാ. ഈ എന്തോ ലൈറ്റിനിങ് മുട്ട ഇതെടുത്ത് മാറ്റണം. നമുക്കത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആ ലൈറ്റിനിങ് മുട്ട വെച്ചിട്ട്. അപ്പോൾ തൈലോക്കോയിലോ സാഡിൽ ഓക്കെ. അങ്ങനെ നമ്മൾ തൈലോക്കോയിലോ സാഡിലും ക്രാഫ്റ്റ് ആക്കി. നമ്മൾക്കിനി എൻ്റെ ടെറക്കൂട്ടൻ എന്തേ? ടെറൻ്റെ മേത്ത് 700. ഇതാണ് ഹൈ ലെവൽ ടെറ. ഇതല്ലല്ലോ ഹൈ ലെവൽ ടെറ. ഗൈസിൻ്റെ ടെറ എന്തേ? അയ്യോ ഗൈസ്, നമ്മുടെ ഒരു 800 ആയിരുന്നില്ലേ ടെറ? റെക്സ് ഇവിടെ ഉണ്ട്, മറ്റേ ഗോൾ ഇവിടെ ഉണ്ട്. അത് പോയി തോന്നട്ടാ. അയ്യോ, ഞാൻ ഇവിടെ വെച്ച ടെറന് എൻ്റെ ക്രയോപോണത്തുണ്ടാ നോക്കട്ടെ. ക്രയോപോണത്തില്ല. അപ്പോൾ ഇനി ഫ്രിഡ്ജ് എന്ന് മാറിപ്പോ. ഞാൻ എൻ്റെ ബോക്സ് എന്തെങ്കിലും വെച്ചാവോ? നമ്മുടെ ടെറ ഇതല്ല, നല്ല ഹൈ ലെവൽ ടെറയാണ് നമ്മുടെ. കിട്ടിപ്പോയി. ഓക്കെ, ഇവനെല്ലാവരെയും ഓരോ സ്ഥലത്ത് വെക്കണം കേട്ടോ. നമുക്ക് എന്താണ് നമ്മുടെ പുതിയ സ്ഥലമില്ലേ, അവിടെ പോയിട്ട് എല്ലാവരും നിരനിരയായിട്ട് കറക്റ്റ് വെക്കണം.
അതെന്തായാലും നമുക്ക് വെക്കാം. അപ്പോൾ ഗൈസ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ കളർ ഇട്ടാറില്ല കേട്ടോ. വേറെ ബ്രോണ്ടോനെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് നല്ല പേരും വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രോണ്ടോനെ നമുക്ക് പിടിക്കണം. അമ്പോ ടെക്ക് സ്റ്റെഗോ, അത് നമുക്ക് വേറെ പിടിക്കാം കേട്ടോ. നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് നമുക്ക് ടെക്ക് സ്റ്റെഗോനെ പിടിക്കാം. പിന്നെ ഈ റെക്കോർഡർ എന്താണെന്ന് പറയുക, ഒരു പ്രശ്നം അറിയാമോ, നമ്മുടെ സ്ക്രീനിൽ മറ്റേ ടൈം കാണിക്കില്ല. എൻ്റെ ഈ ഇൻബിൽഡ് ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡർ അത് കുറച്ച് അടിപൊളിയാണ് ഗൈസ്. നമ്മുടെ ഫോണിൽ തന്നെ കിട്ടുന്ന സ്ക്രീൻ റെക്കോർഡർ അതൊന്നും വെച്ച് കഴിഞ്ഞാലല്ലോ നമ്മുടെ സ്ക്രീനിൽ ടൈമൊക്കെ കാണിക്കും. പക്ഷെ ഇത് ടൈം കാണിക്കില്ല. ടൈം കാണിച്ചാലും അത് നമ്മുടെ സ്ക്രീനിൽ കാണിക്കും. അതൊന്ന് മാറ്റാൻ പറ്റും നോക്കണം. ഓക്കെ, ഒരു ഡ്രോപ്പ് വീണായത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു ഡ്രോപ്പ് വീണിട്ടുണ്ട്. നമ്മൾക്ക് നല്ല എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നല്ലത് കിട്ടിക്കാൻ സെറ്റാണ്, നോക്കട്ടെ. ഓക്കെ, ഒരു കിടിലൻ ക്രോസ്ബോ കിട്ടി, താങ്ക് യു. പിന്നെന്താ, ഇതെന്താ സാധനം, ലൈറ്റാ, ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊരു ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. നല്ല നല്ല ക്രോസ് ബോ കിട്ടുമെന്ന് ചോദിച്ചില്ലേ, ഇങ്ങനെയാണ് നമ്മൾക്ക് നല്ല നല്ല ക്രോസ് ബോൾ കിട്ടുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു ക്രോസ് ബോ കിട്ടില്ലേ. അല്ലെങ്കിൽ കുഴപ്പമില്ല, കമാൻഡ് യൂസ് ആക്കിയാൽ മതി ഗൈസ്. അതിനകത്ത് മറ്റേ ഡോഡോഡക്സിൽ പോയിട്ട് നമുക്ക് നല്ല വെപ്പൺസ് കിട്ടും. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മളപ്പോൾ മരുഭൂമി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ തൈലോക്കുലൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാൻ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ മറ്റൊരു ഡ്രോപ്പ് വീണത് അറിഞ്ഞുകൂടെ. നമുക്ക് എന്തായാലും ആ ഡ്രോപ്പ് നോക്കാം. എന്നിട്ട് ഒരു ഭാഗത്താണ് നമ്മുടെ തൈലോക്കുലുള്ളത്. അപ്പോൾ നമുക്ക് അവനെ പിടിക്കാം. ഇവിടെ 2 തൈലോക്കുലുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ ആംഗ്ലോസോഴ്സിനെ പിടിക്കാൻ പോയില്ലേ, അപ്പം ഞാൻ ഇവിടെ അതായിട്ടില്ല കേട്ടോ, ആ ഡ്രോപ്പ് വീഴുന്നേ ഉള്ളൂ. അപ്പം ഞാൻ 2 തൈലോക്കുലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2നെ പിടിച്ചു കൊണ്ടുപോവാം. ഒരെണ്ണം മെയിലും വേണം, പിന്നെ ഒരെണ്ണം ഫീമെയിലും വേണം. ലെറ്റ്സ് ഗോ. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ തൈലോക്കുയിലുള്ളത്. ഓക്കെ, ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ അവൻ. പിന്നെ നമുക്ക് ഇതിനെ പിടിക്കണ്ടേ, ടൈറ്റിനെ പോവാം. അത് നമുക്ക് എന്ത് ചെയ്യണം, അത് നമുക്ക് മറ്റേ ഫോഴ്സ് ടൈം ചെയ്ത് പിടിക്കാൻ കഴിയും. അതാണ് നല്ലത്. മറ്റേ മുട്ട കിട്ടിപ്പോയി തൈലോക്കുയിലോ. പക്ഷെ ഇവിടെ വേറെ ഡൈനോസ് കുറേ ഉണ്ടല്ലോ. ഓക്കെ, ഞാനപ്പോൾ എന്തായാലും ഈ ഭാഗത്തുള്ള എല്ലാവരും ഒന്ന് ക്ലിയർ ആക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം കേട്ടോ. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മുടെ ടെറേനെ ക്രയോപോഡിൽ കയറ്റണം. അപ്പോൾ ടെറേനെ ഇവിടെ വെച്ചു. ഇവിടെ വേറെ ആരുമില്ല, വേറെ ആരുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി ടെറേനെ ക്രയോപോഡിലോട്ട് കയറ്റുന്നു. എന്നിട്ട് നമ്മൾ മറ്റേ ഇൻസ്റ്റൻറ്റ് സ്റ്റാറ്റസ് ആ സാധനം ഓണാക്കി ഇടണം. അതല്ല ഓണാക്കേണ്ടത്, അതല്ല അതിൻ്റെ അപ്പുറത്തുള്ളതാ ഇൻ വാല്യൂ ആ സാധനം ഓണാക്കി ഇടണം. എന്നിട്ട് നമ്മൾ കിൽ ടാർഗറ്റ് കൊടുത്തിട്ട് അതിനെ തൂക്കണം. ഓക്കെ, അപ്പോൾ പോന്നോട്ടെ ഓരോരുത്തരോട്ട് വായോ. അങ്ങനെ അയ്യോ തീരുന്നില്ലത് എന്താ, നമുക്കേ ക്രോസ് പിടിച്ചിട്ട് അപ്പോൾ നമുക്ക് മറ്റേ പ്ലസ് അയക്കാൻ വരും. എടാ തീരാത്ത ഗൈസ്, അയ്യേ ഇത് തട്ടിപ്പാണ് കേട്ടോ. എടാ ഗൈസ്, ഈ സാധനം എപ്പോഴും ഇത് വർക്കാവൂല. അതെന്തുന്നാ, വർക്കായി. ഓക്കെ, വർക്കാവുന്നുണ്ട്. ഞാൻ ഇത് വർക്കാവില്ല എന്നിട്ടാ. നമുക്ക് കിൽ ടാർഗറ്റ്. ഓക്കെ, നമുക്ക് കുറച്ച് കൈറ്റും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് കൈറ്റും കുറച്ച് എടുക്കാം, എന്നിട്ട് നമുക്ക് പോവാം. കാരണം സിമെൻറ്റും ബേസ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കൈറ്റും വേണം. പിന്നെന്തുന്നാ, മറ്റേ കഴുകാൻ വന്നേക്കുന്ന ഇതൊക്കെ എന്താ ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാത്തിനും ഒന്ന് തീർക്കട്ടെ. അപ്പോൾ കിൽ ടാർഗറ്റ്. ഓക്കെ, അതങ്ങനെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കാർണോ. ഓക്കെ, അവിടെ കാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കാറിനെ തീർക്കണം. പിന്നെ നമുക്ക് ട്രാപ്പ് നമുക്കുണ്ടല്ല, താഴത്തന്നെ സെറ്റാകും കേട്ടോ. കാറിനെ തീർക്കണേക്കാളും ഇവിടെ പാമ്പുകളില്ല, അവരെ തീർക്കട്ടെ. ട്രാപ്പ് നമുക്ക് ആദ്യം ഇവിടെ സെറ്റ് ചെയ്യാം ഗൈസ്, എന്നിട്ട് നമുക്ക് പിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വുഡൻ ഫൗണ്ടേഷൻ, അത് എൻ്റെ റെക്കോർഡർ കോണാണ് ഭാഗ്യം. 1 2 3 4 വുഡൻ ഫൗണ്ടേഷൻ വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ പേര് വുഡൻ എന്തായിരുന്നു ഗൈസ്? അയ്യോ, ഇത് ഒരെണ്ണം വെച്ചാൽ പോരെ. നമുക്കിത് ഒരെണ്ണം മതി ഗൈസ്. നമുക്ക് 2 പൊക്കി വെക്കണ്ട. തൈലോക്കൊലിൻ്റെ ഉള്ളിൽ വീണോളും, കുഴപ്പമില്ല. ചാടി പോകുന്നൊന്നുമില്ല ആ സാധനം. നമുക്ക് ഈ ഒരു നില മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അതങ്ങനെ പണിതിട്ടുണ്ട്. വുഡൻ ഡോർ ഫ്രെയിം, അത് തന്നെ വുഡൻ ഡോർ ഫ്രെയിം. അപ്പോൾ നമ്മൾ അതങ്ങനെ പണിതിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മരങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണമല്ല. ഇത് ക്ലിയർ ആക്കാൻ പറ്റില്ല. ഇതെന്ത് മരമൊന്നത് ഗൈസ്, ഈ മരവും കല്ലും ക്ലിയർ ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓക്കെ, നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ. നമുക്കത് കറക്കിക്കൊണ്ടുവരാം നമ്മുടെ മറ്റേ സാധനത്തിന്. അതിൻ്റെ പേരെന്താണെന്ന്, തൈലോക്കൊയിലോന. ഓക്കെ ഗൈസ്, നമ്മുടെ പമ്പാക്കിങ് ഷോട്ട് ഒന്ന് ട്രൈ ആക്കിയാൽ, അത് ഞാനിതുവരെ ട്രൈ ആക്കിയിട്ടില്ല. അതെടുത്ത് ഹോട്ട് ബാറിലിട്ടു. ഓക്കെ, ഇനി നമ്മൾ മറ്റേ ഇൻഫിനിറ്റ് ആമോ ഓണാക്കണം. അപ്പോൾ നമുക്ക് കുറേ ആമോസ് വിടാൻ പറ്റും. ഇനി നമുക്ക് FPP ആയിട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, തൈലോക്കൊയിലോ
ഇത് മറ്റേ ജീവിയല്ലേ ഗൈസ്, മറ്റേ മുള്ളിടുന്ന ജീവി. ഓ തീർന്നോടാ അമ്പാ. ഗൈസ് ഈ ഷോട്ട് ഗണ്ണ് നല്ല പവറാണ് കേട്ടാ. അതും അസൻഡൻ്റ് ഷോട്ട് ഗണ്ണ്. തൈലോക്കോയിലോ, ഓ തൈലോക്കോയിൽ വന്ന് കേട്ടോ. നമുക്കിനി തൈലോക്കോയിലോനാ കയറ്റണം. ഇതെല്ലാം ഇവിടെ തന്നെയാണല്ല ഗൈസ്. നമുക്ക് തൈലോക്കോയിൽ മാത്രം കിട്ടണം. പക്ഷെ ഇവന്മാരെല്ലാവരും കൂടെ വന്നടാ. മണ്ടത്തരം കാണിച്ചു ഞാൻ. ഓക്കെ തൈലോക്കോയിലോ ബാ ഉള്ളോട്ട് വാ. ഓക്കെ അതങ്ങനെ കയറിയിട്ടുണ്ട്. കയറി തൈലോക്കോയിലോ കയറി, നീ മാത്രം കയറി. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മുടെ തൈലോക്കോയിലോ കയറിയിട്ടുണ്ട്. നമുക്ക് ഈ മീറ്റ് വേണം. ഇത് 29 മിനിറ്റ് ഉണ്ട് കേട്ടോ ആവാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇവനെ നോക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഭാഗ്യം. അയ്യോ ഇത് നമ്മുടെ ഏതാമോ? ഓക്കെ നമ്മുടെ ട്രാങ്കർസ് തന്നെയാണ് കേട്ടോ. 1 2 3. ഇതെന്താ അറിയില്ല. ഓ ഐ സി. ഓക്കെ ഗൈസ് നമുക്കപ്പോൾ ഇനി കുറച്ചാമോ മതി കേട്ടോ. ഇതിനെ വേഗം ഒന്ന് നോക്കാക്കണേ സാധനത്തിന്. ഇതിപ്പോൾ എത്ര ഹെൽത്ത്? 2240. നമ്മൾ ഈ ഇൻഫിനിറ്റി ആമോ ഇട്ട് കഴിഞ്ഞാണ്ടല്ല, നമ്മുടെ എല്ലാ വെപ്പൺസിനും അൺലിമിറ്റഡ് ആമോ ആണ് കേട്ടോ. അതൊരു സുഖം പരിപാടിയാണല്ലോ. വീണ്. യെസ്. ഉറങ്ങുന്ന ഗൈസ്. ആ ഒരു സാധനം കണ്ടാ നിങ്ങൾ? അത് നോക്കായപ്പോഴൊരു സാധനം കണ്ടാ? കൊള്ളാം എന്തായാലും. ഇത് വൈൽഡ് മെയിലാണ്. ഓക്കെ നമുക്കപ്പോൾ ഇനി നമ്മുടെ ലെവലപ്പ് ടാർഗറ്റ് കൂട്ടാം. ഓക്കെ ഈ ലെവലപ്പ് ടാർഗറ്റ് വെക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ട് വരുമോ എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ. ഇത് വീണത് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ഇങ്ങനെ ഉറങ്ങുന്ന കൂട്ട് നോക്കാകുമ്പോൾ. ബാക്കി ഡൈനോസൊക്കെ നോർമലി ഇങ്ങനെ നേരെ താഴത്തോട്ട് വീഴാണ്. പക്ഷേ ഇതൊരു വെറൈറ്റി വീഴ്ചയാണ് കേട്ടോ. ഉറങ്ങുന്ന പാവം. ഞാൻ ഇന്ന് ഇപ്പോൾ തന്നെ പിടിച്ചുകൊണ്ട് പോകും. ഓക്കെ അപ്പോൾ ഞാൻ ഒന്ന് ലെവൽ 500 ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ കട്ട്. ഓക്കെ ലെവൽ 50. ലെവൽ 500. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ലെവൽ മൊത്തത്തിൽ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ പ്രൈമേറ്റ് എടുക്കാം. ഓക്കെ ഒരു 3 പ്രൈമേറ്റ് കിട്ടി. 3 പ്രൈമേറ്റ് ചിലപ്പോൾ ടൈമാവും കേട്ടോ. പ്രൈമേറ്റ് 3 ഉള്ളൂ. ഓക്കെ ഗൈസ് അങ്ങനെ നമുക്ക് ഒരു 5 പ്രൈമേറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമ്മളപ്പോൾ നമ്മുടെ മീറ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ പ്രൈമേറ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തു. 1. ഇത് ടൈമാവുന്നില്ലല്ലോ. 4 തികയുമായിരിക്കും അല്ലേ? ടീമായി ഗൈസ്. അങ്ങനെ 4 5 എത്ര നമ്മൾ പ്രൈമേറ്റ് ഇട്ട് കൊടുത്ത്. പക്ഷെ അത് എനിക്ക് അറിഞ്ഞുള്ളൂ കറക്റ്റായിട്ട്. ഇനി നമ്മൾ ഞാൻ ഒരു മിനിറ്റ് ക്രയോപോഡ് എക്യുപ്പാക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ ക്രയോപോഡ് എക്യുപ്പാക്കുന്നു. ഈ ഭാഗത്ത് തന്നെ മറ്റൊരു തൈലോക്കോയിൽ കൂടി ഉണ്ട് കേട്ടോ. അതിനെ നമുക്ക് പിടിച്ചു കൊണ്ട് പോകാം നമുക്ക്. ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന് നമ്മുടെ ക്രയോപോഡിലോട്ട് കയറ്റിയിട്ടുണ്ട്. യെസ് ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് അടുത്ത തൈലോക്കോയിലോ. അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് ടെറേൻ ഒന്ന് എടുക്കട്ടെ. എന്നിട്ട് അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതാണ് പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ. കണ്ടില്ലേ ഇത് എത്രയെന്ന്? ഇത് മെയിൽ തൈലോക്കോയിലോ. കൊള്ളാം എന്തായാലും. ഓക്കെ എന്തായാലും ഞാൻ ക്രയോപോഡിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കിനി പോവാം കേട്ടോ. ഞാൻ ചുമ്മാ കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇനി നമുക്ക് ഫീമെയിലെ കണ്ടുപിടിക്കണം. ഫീമെയിൽ ഈ ഭാഗത്ത് എവിടെ ഉണ്ട് ഗേസ്? ഞാൻ അന്ന് കണ്ടതാണ്. അന്നല്ല ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ കണ്ടതാണ്. ഇവിടെ തന്നെ ഉണ്ട് ഫീമെയിൽ. അയ്യോ അത് ഇവിടെ അതാ ഗേസ്. ഇത് ഫീമെയിൽ ആണെങ്കിൽ സെറ്റാണ് കേട്ടാ. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ ഒരെണ്ണുള്ളൂ കേട്ടോ. അത് ഫീമെയിൽ ആണെങ്കിൽ അടിപൊളിയാണ്. നോക്കട്ടെ. ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ആയിരിക്കണേ. അത് ഓക്കെ അത് മെയിലാവല്ലേ? യെസ് ഗേസ് അത് ഫീമെയിലാണ്. ഓക്കെ അപ്പോൾ നമുക്കിനി അതിനെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാത്തിനും തീർക്കണ്ട ആദ്യം. ഇത് ഞാനിപ്പോൾ എന്താ കാണിക്കല്? ഓക്കെ ഗേസ് അപ്പോൾ ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ഇവനെ നമുക്ക് കൊണ്ടുവരണം. നമ്മുടെ ട്രാപ്പിലോട്ട് കൊണ്ടുവരണം. ഓക്കെ ആൾ വരുന്നുണ്ടോ? ഇല്ലടാ അത് വരുന്നില്ലടാ. അതെന്താ വരാത്ത? എന്നെ വേണ്ടേ അതിന്? ഗേസ് ഒരു പ്രാവശ്യം ഒന്ന് നോക്കട്ടെ കേട്ടാ. എവിടെ അത്? അതാ നിൽക്കുന്നതാ. ഓക്കെ അത് നമ്മളെ കണ്ടിട്ടുണ്ട്. യെസ് ഇനി നമുക്ക് നേരെ നമ്മുടെ ഇതിനകത്തോട്ട് കൊണ്ടുവരണം. നമ്മുടെ ട്രാപ്പിലോട്ട് കൊണ്ടുവരും സാധനത്തിന്. ഓക്കെ ട്രാപ്പ് എവിടെ ഇരുന്ന്? അയ്യോ ട്രാപ്പ് ഇത് ഇവിടെ അല്ലേ? ഇവിടെ തന്നെ. യെസ് വാള് വരുന്നുണ്ട്. ഓക്കെ ആൾ കയറിയാ? ഇതെന്തത് മാഞ്ഞു പോയാ? അയ്യോ ഗൈസ് അതോടെ കടിക്കുന്ന. ഓക്കെ അത് വരുന്നുണ്ട്. യെസ് ലെറ്റ്സ് ഗോ. കയറി വാ, മുകളിലോട്ട് കയറി വാ. അതെന്താ അവിടെ സ്റ്റെക്കാവുന്ന തൈലോക്കോയിലോ? കണ്ടാ സ്റ്റെക്കാവുന്ന? കയറി വാ. കയറിയടാ. അങ്ങനെ അവനെയും കിട്ടിയിട്ടുണ്ട്. യെസ് നമ്മുടെ മീറ്റില്ലേ ഗൈസ്? നോർമൽ മീറ്റ്. നോർമൽ മീറ്റ് ഉണ്ട്. നമുക്കപ്പോൾ അത് വെച്ചിട്ട് തന്നെ ടീമാക്കാം. ഇനി നമുക്ക് ഇവനെ വീണ്ടും ക്രയോപ്പൊടി കയറ്റണം. നമ്മുടെ ഈ ടെറനെ ക്രയോപ്പൊടി കയറട്ടെ. അല്ലെങ്കിൽ ഇവിടെ വേറെ ഡൈനോസ് വന്നു കഴിഞ്ഞാൽ പണിയാണ്. ഡൈനോസ് വന്നതിൻ്റെ അല്ലേ ഗൈസ്? നമുക്കുണ്ടല്ല ഈ ടെറക്ക് ഇത് കുറഞ്ഞതിനെ പണിയാണ്. നമ്മുടെ
എന്നാണ് ഹെൽത്ത് കുറഞ്ഞാൽ പിന്നെ അത് കുറച്ച് ടൈം എടുക്കും വീഴാനായിട്ട്, അല്ല സോറി നമ്മുടെ ക്രയോപ്പൊടി കയറാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് തൈലോക്കോയിലോ ഇത് നമുക്ക് പിടിക്കാം. ഇത് ലെവൽ 90 ഫീമെയിലാണ് കേട്ടോ, മറ്റേത് മെയിലും. നമ്മൾ പിടിക്കണം എല്ലാത്തിനും നമുക്ക് ഫീമെയിലും മെയിലും വേണം. അപ്പോൾ തലക്കിട്ട് നമുക്ക് കൊടുക്കണം. 79 ഇറങ്ങുന്നുണ്ട് കേട്ടോ. അയ്യോ തല കാണിക്കുക, തല തല തല. ഓക്കെ, ഇത് ഉറങ്ങുന്ന നല്ലൊരു ഭംഗിയാണ് ഈ സാധനം ഉറങ്ങുന്ന കാണാനായിട്ട്. ഉറങ്ങുന്നല്ല നോക്കാന്ന് കാണാനായിട്ട്. ഇങ്ങനെ കൈയൊക്കെ മടക്കി വെച്ചിട്ട് കിടന്ന് ഉറങ്ങും അത്. അങ്ങനെ ഇതിൻ്റെ നോക്കാവുന്ന പരിപാടി. നമ്മുടെ ഈ അസൻഡൻറ്റ് സോറി നമ്മുടെ ഇപ്പോൾ ഇത് കൂടിയ ക്രോസ് ആയതുകൊണ്ട് പെട്ടെന്ന് വീഴും കേട്ടോ ഡൈനോസൊക്കെ. നമുക്കുണ്ടല്ല അസൻഡൻറ്റ് മറ്റേ ലോങ് നെക്ക് റൈഫിൽ അതിൻ്റെ ഒരു സാധനം എടുത്ത് കൊണ്ട് വരണം. ബ്ലൂപ്രിൻ്റ് കിട്ടണമെങ്കിൽ അത്രയും നല്ലത്. അല്ല ബ്ലൂപ്രിൻ്റ് നമുക്ക് ആക്കാൻ പറ്റും. നമ്മുടെ ഈ അഡ്മിൻ കമാൻഡ് യൂസ് ആക്കി തന്നെ നമുക്ക് എടാ ഞാൻ എക്സ്ട്രാ അടിച്ചടാ അതിനാ. കാരണം എക്സ്ട്രാ അടിക്കുമ്പോൾ നമുക്ക് ലെവൽ കുറയും കേസ്. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ലെവലപ്പ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ ലെവൽ 500 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ മീറ്റ് മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്തു. ഇനിയിപ്പോൾ ഇതൊന്ന് ടൈമായിട്ട് ഒന്ന് റൈഡൊക്കെ ചെയ്ത് നോക്കണം ഈ സാധനത്തിന്. അതാണ് എൻ്റെ നെക്സ്റ്റ് പരിപാടി. നമ്മുടെ ഈ ഫുഡ് കുറഞ്ഞാണ്ടാണ് കേട്ടോ ഇത്ര സ്പീഡിൽ കയറുന്നത്. ഈ നോർമൽ മീറ്റിൽ ഒരുപാട് ടൈം എടുക്കും ഈ സാധനം ടൈം ആവാനായിട്ട്. ഓക്കെ, അങ്ങനെ അവസാനത്തെ ഫുഡും കൂടെ യെസ്. അങ്ങനെ നമ്മുടെ തൈലോക്കോയിലോ ടൈം ആയിട്ടുണ്ട്. ഇതിന് വല്ല പേരുണ്ടാന്ന് നോക്കട്ടെ കേട്ടാ. തൈലോക്കോയിലൊക്കെ പേരുണ്ട് തോന്നുന്നു. അയ്യോ നമുക്ക് നമ്മുടെ ഫുഡ് വാട്ടറൊക്കെ എല്ലാം ഫുള്ളാണ്. തൈലോക്കോയിലോന് പേരെന്തോ ഉണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ ഇതിനകത്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പേരിട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ഗൈസ്, തൈലോക്കോയിലോന് പേരുകളുണ്ട് കേട്ടോ. 2 പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ പേര് ഒന്ന് ചേഞ്ച് ചെയ്യാൻ കൊടുക്കട്ടെ. വെയിറ്റ്, ഓപ്ഷൻസ്, ചേഞ്ച് നെയിം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പേര്. ഓക്കെ, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി നെക്സ്റ്റ് പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പേര്. അങ്ങനെ നമ്മൾ 2 പേരും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പയ്യപ്പയ്യാണ് കേട്ടോ എല്ലാ ഡൈനോസും നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ പേരിടലും പയ്യപ്പയ്യ ആയിരിക്കും. ഇനിയും കുറേ ഡൈനോസിനെ നമുക്ക് പേരിടാനുണ്ട്. പിടിച്ചിട്ട് നമുക്ക് എന്തായാലും പേരിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിന് നമ്മുടെ ക്രയോപ്പൊലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റൈഡൊക്കെ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് സാഡിൽ എവിടെ, ഇതിൻ്റെ സാഡിൽ യെസ് സാഡിൽ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് മിലി ഡാമേജ് കിട്ടുമല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ മിലി ഡാമേജ് ഒരു 4 പോയിൻ്റ് അല്ലേ എന്തുണ്ടായിരുന്നത്, അത് ഞാൻ മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ട്. എക്യുപ്പ് സാഡിൽ നമ്മൾ എക്യുപ്പ് ആക്കിയില്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ സാഡിൽ എക്യുപ്പ് ആക്കി. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് കുറച്ച് ഇതെന്താ കയറാൻ പറ്റാത്ത, അയ്യോ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ. ലെറ്റ്സ് ഗോ. ആ ബേസ് അല്ല സോറി ആ ട്രാപ്പ് അവിടെ തന്നെ ഇരിക്കട്ടെ, അത് പൊളിച്ച് കളയണ്ടല്ലോ വെറുതെ. അതെന്തായാലും അവിടെ തന്നെ ഇരിക്കട്ടെ. വേറെ ഇനിയിപ്പോൾ ഈ ഭാഗത്ത് എപ്പോഴേലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാം. ഓക്കെ, ഇവിടെ ഒരു കാട്ടുപന്നി ഉണ്ട്. എനിക്ക് അവനെ ആദ്യം തീർക്കണം. ആ കാട്ടുപന്നി ഭയങ്കര ഡേഞ്ചറാണത്. എവിടെ അവനാദ്യം നോക്കട്ടെ. ഇത് 2 അറ്റാക്ക് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഇത് അലർന്നാണല്ലേ. അലർന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേസ് നിങ്ങൾക്ക്, പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ കേൾക്കും, ഹെഡ്സെറ്റൊക്കെ വെക്കട്ടെ. പിന്നെ ഒരു നോർമൽ കടി. ഓക്കെ, ഇത് പിന്നെ മറ്റേ മതിലുമൊക്കെ ചാടി ചാടി കയറിക്കോളും. മറ്റേ നമ്മുടെ ഈ ജമ്പ് ബട്ടൺ ഹോൾഡ് ചെയ്ത് തന്നെ കണ്ട മതിലും ഇങ്ങനെ ചാടി കയറിക്കോളും. ഇതൊക്കെ ഞാൻ പഠിച്ചു. ആദ്യമൊക്കെ എനിക്ക് അറിയാൻ പാടായിരുന്നു ഈ ജമ്പ് ബട്ടൺ എന്തിനൊക്കെ യൂസ് ആക്കുന്നത്, മരത്തും എങ്ങനെ കയറുന്നതെന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മൾ മറ്റേ ഐലാൻഡ് മാപ്പിൽ തന്നെ ആ ഫസ്റ്റ് ഈ സാധനത്തിന് പിടിക്കൽ. ഓക്കെ, ഇവനാണ് ആ കാട്ടുപന്നി. ഇവനെ നമുക്ക് ആദ്യം തീർക്കണം കേസ്. അമ്പോ ഇതാളെ പറഞ്ഞത് മറ്റേ കടിക്കുമ്പോൾ മറ്റേ ബ്ലഡിൻ്റെ എന്തോ പോകുന്നെന്ന് പറഞ്ഞത്. കൊള്ളാലേ സാധനം. ഇവിടെ വേറെ എത്തുന്നുണ്ട് കേട്ടാ. ഇവനെ നമുക്ക് തീർക്കണം. ബടാ കാരണമൊന്നും ആരും പിടിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പുറത്ത് എന്താ അത് ഹൈനെ തോന്നട്ടാ. 400 വെച്ചിട്ട് ഇപ്പോൾ കയറുന്നുണ്ട് നമ്മുടെ ഡാമേജ്. നമുക്കപ്പോൾ മിലിഡായി നമുക്ക് നല്ലോണം കൂട്ടാൻ കേട്ടോ. ലെറ്റ്സ് ഗോ. അയ്യോ ഞാൻ മൂവ് സ്പീഡ് ആരുടെ കൂട്ടിയിട്ടാ. നമുക്ക് ബാക്കിയൊന്നും വേണ്ട, മിലി ഡാമേജ് മാത്രം മതി. ബാക്കിയൊക്കെ സെറ്റാണ്. ഓക്കെ, നമ്മുടെ ഹൈനാസ് 600 വെച്ച് ഒരു കടിക്ക് തീർന്നട്ടാ. കണ്ടാ ഗൈസ് ഈ സാധനം നോക്ക്. ഇവന്മാരിപ്പോൾ അടിക്കാം. നമുക്ക് കാർണോൻ അടിക്കാം അല്ലേ. ലെറ്റ്സ് ഗോ. കാർണൊക്കെ അടിക്കാം നമുക്ക്. കാർണോൻ ആരംഭിച്ച് കയറുന്നുണ്ടല്ലേ. അതെന്താ അങ്ങനെ കയറിയത്. അപ്പോൾ മറ്റേനൊക്കെ എന്താ 600 കയറിയത് കണ്ടാ. എന്താണാവോ ഇത്. ഇവന്മാരൊക്കെ അടിച്ചാലാ. വടാ ഓടാ ഒരു കടിക്ക് കയറുന്നട്ടാ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്കിനി പോവാം ഗൈസ്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഇവന്മാർ. ഇവനെ കുറച്ച് അവനാന്ന് തോന്നുന്ന കൂട്ടത്തിന് നല്ല ലെവല്. ഇവൻ മറ്റേ മുള്ളു വിടുന്ന മുള്ളു കണ്ടാ, മുള്ളുവിടുന്ന ജീവി ഗൈസ്. ഇപ്പോൾ ഒരു പ്രാണി പറഞ്ഞില്ല ഇതുവഴി. അതാ ഈ പ്രാണിയുടെ കൈറ്റും കിട്ടി ഗൈസ് കുറേ. താങ്ക് യു. കൈറ്റ് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ കൈറ്റിനൊഴികെ ബാക്കി എല്ലാം ഡ്രോപ്പ് ആക്കട്ടെ. ഹൈഡൊന്നും വേണ്ട നമുക്ക്. ഗൈസ് ഇത് കൂടെ കിട്ടിയല്ല ക്യാരറ്റൈൻ അമ്പേ. അപ്പോൾ ഒന്ന് മാറ്റണം കേട്ടാ. ഓക്കെ, നമ്മൾ കൈറ്റും മാറ്റി. ഇനി നമ്മുടെ ക്യാരറ്റ് സ്പെല്ലിംഗ് ഒന്നായിരുന്നു. ഹൈഡ് മാറ്റാം നമുക്ക്. ഹൈഡ് എടുത്ത് വെച്ചേക്കാം. KER. ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ ക്യാരറ്റിനെ എടുത്ത് മാറ്റേണ്ട. ഹൈഡ് അല്ലെങ്കിൽ വേണ്ട ഗൈസ്. നമുക്ക് ഹൈഡ് നമുക്ക് ഈസിയാണ് കളക്ട് ആക്കാം. കുഴപ്പമില്ല. ഇപ്പോൾ തൈലോക്കോയിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കളക്ട് ആക്കാം. വീണ്ടും നമുക്ക് നമ്മുടെ
മിലി ഡാമേജ് കൂട്ടാം. ഓക്കെ 3000 തൊട്ടുണ്ട് നമ്മുടെ മിലി ഡാമേജ്. യെസ് ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ നമ്മുടെ ബേസിലോട്ട് വിട്ടാലോ? അവിടെ പോയിട്ട് കുറച്ച് പണിയില്ലേ? വേറെ ഏതെങ്കിലും ഡൈനോസിനെ പിടിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ബേസിൽ പോകുന്നു, ബാക്കി നമ്മുടെ സാധനങ്ങൾ വെക്കുന്നു. ഓക്കെ അതിൽ നിന്ന് കുറച്ച് ഇവിടെ ആർത്രോപൂറുണ്ട് ഗൈസ്. നമുക്കേ ഇവന്മാരേന്ന് കുറച്ച് നമ്മുടെ കൈറ്റിങ് കളക്ട് ആക്കാം. ഇവന്മാരെന്ന് കൈറ്റിങ് കിട്ടും കേട്ടോ. അയ്യോ കടിച്ചില്ല. ഇവന്മാർ ആസിഡ് തുപ്പും, അത് ഭയങ്കര ഡേഞ്ചറാണ് ഈ ആസിഡ്. സേബർ ടൂത്ത് ഇതൊക്കെ എന്താ കുഞ്ഞു ജീവികളൊക്കെ. ഈ സേബർ ടൂത്തൊക്കെ ഈ ഇതിനേക്കാളും ചെറുതാണല്ലേ. നൈസ് നൈസ്. ഇവിടെ ഒരു ജീവി പറഞ്ഞു. ആ ജീവനെ കിട്ടണം കേട്ടോ. അത് കുറച്ച് കിടിലമാണ്. ഞാൻ ഇതിന് ഗണ്ണെടുക്കാൻ പറ്റും ഗൈസ്. അമ്പേ അത് പുതിയൊരു അറിവാണ് കേട്ടോ. ഓക്കെ അത് വീണിട്ടുണ്ട്. അത് വീഴുമ്പോഴേക്കും ഒരു ഗ്യാസ് വിടുന്നുണ്ട്. ആ ഗ്യാസിന് എന്ത് ഉപകാരം എന്താണാവോ ഗൈസ്? ഈ കുഞ്ചീവിനെ ടീമാക്കാൻ പറ്റുമോ നമുക്ക്? ഈ കുഞ്ഞു ജീവിനെ ഇതിനെ പറ്റുമോ തോന്നട്ടാ. ടീമാക്കി നോക്കണം. സിൽക്ക് കിട്ടി, താങ്ക് യു. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടി. ഇനി നമുക്ക് പോവാല്ലേ? ഓക്കെ ഇപ്പം എല്ലാം ആയില്ലേ? എല്ലാം പിടിച്ചെന്ന് തോന്നുന്നു. നല്ലോണം ചാടുന്നുണ്ട് ആള് കണ്ടാ. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്കിനി പോവാം. ഇനി പ്രത്യേകിച്ച് ഈ പരിപാടീസ് ഒന്നുമില്ല. ലെറ്റ്സ് ഗോ. ഞാനൊന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് നമ്മുടെ സ്റ്റോറേജ് ബോക്സിലോട്ട് അല്ല നമ്മുടെ ഇൻവെൻറ്ററിലോട്ട് ആകട്ടെ, എന്നിട്ട് നമുക്ക് പോകാൻ കേട്ടോ. എന്നിട്ട് ഞാൻ വരാം, മൊത്തത്തിലൊന്ന് മാറ്റട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മാറ്റി. ഇതേതായി ചെറുത് പോടാ. 3000 വെച്ച് കയറിയിട്ട് ഇപ്പോൾ ഡാമേജ്. ഓക്കെ അപ്പോൾ നമ്മളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ക്രയോപോഡിലോട്ട് കയറ്റുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ മറ്റേ ബേസിൽ പോയിട്ട് കുറച്ച് പരിപാടി ഇല്ലേ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് വേഗം ക്രയോപോഡി കയറ്റട്ടെ. ക്രയോപോഡ് എക്യുപ്പല്ലേ ഓൾറെഡി? എക്യുപ്പാണ് കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ക്രയോപോഡിലോട്ട് ഇത് കയറുന്നില്ലല്ലോ. ഇത് മറ്റേ കുറച്ച് ദൂരം നിൽക്കണം എന്നാലേ അത് കയറുള്ളൂ. അതിന് കഴിഞ്ഞ അയ്യോ ഇതിനകത്ത് വേറെ ആളുണ്ടായിരുന്നല്ലേ. ഞാൻ വിചാരിച്ച് ഇതെന്താ കയറാത്തതെന്ന്. സോറി. നമ്മൾ 2 തൈലോക്കലിനെ പിടിച്ചു. കുറേ നമ്മുടെ കൈറ്റിന് ഇത് കിട്ടിയിട്ടാ. നമുക്കേ എന്താണ് സിമെൻറ്റിൻ ബേസ് ഉണ്ടാക്കാൻ വേണം ഒരുപാട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കളക്റ്റാക്കി വിചാരിച്ചത്. ഓക്കെ നമ്മുടെ തൈലോക്കോയിലോ അങ്ങനെ കയറിയിട്ടുണ്ട്. 808 ആയിട്ട ലെവല്. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോകണം. ഇനി നമുക്ക് നമ്മുടെ ടെറേൻ എടുത്തു. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാക്കാനുണ്ട്? ആദ്യം മറ്റേ മെറ്റലടിച്ച് കൊണ്ടുപോകണം, അതാണ് പരിപാടി. അയ്യോ മെറ്റലടിച്ച് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ശോകമാണ്. മെറ്റൽ നമ്മൾ ആദ്യം അടിക്കണം, എന്നിട്ട് അത് നമ്മുടെ ഇൻവെൻറ്ററി കയറ്റണം. എന്നിട്ട് ടെറേനെ കൊണ്ട് പറന്നു തന്നെ കുറേ സ്ഥലത്ത് പോകണം. അപ്പുറത്ത് മല ഉണ്ടല്ലേ, മലപ്പൊക്കം. ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് മലപ്പൊക്കത്തോട്ട് പോവാം ഗൈസ്. അതിന് മുമ്പ് നമ്മുടെ ഇൻവെൻറ്ററിയിൽ സ്ഥലം ഉണ്ടാവും. ഇൻവെൻറ്ററി കുഴപ്പമില്ല, സ്ഥലം ഉണ്ടാവും. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാനൊന്നേ 400 ആക്കട്ടെ. എന്നിട്ട് നേരെ നമുക്ക് നമ്മുടെ മലപ്പൊക്കത്തോട്ട് പോവാം. എവിടെ നമ്മുടെ സ്ഥലം? ഇതല്ലേ നമ്മുടെ സ്ഥലം? എവിടെ നമ്മുടെ സ്ഥലം ഇതായിരുന്നു? ഇതന്നെ. യെസ് ഇത് തന്നെ ഗൈസ്. കണ്ടില്ലേ അവിടെ മറ്റേ കങ്കാരു എപ്പോഴും ഉണ്ട് കേട്ടോ. കങ്കാരിനെ പിടിക്കണം, ഒരു ട്രാപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് പിടിക്കണം. നമുക്ക് എന്തായാലും പിടിക്കാം, കുഴപ്പമില്ല. ആദ്യം മലപ്പൊക്കത്ത് പോട്ടെ. മലപ്പൊക്കത്ത് പോയിട്ട് നമ്മുടെ എന്താണ് മെറ്റൽ കളക്ട് ആക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ സബിനെ മറക്കരുത്. ഇപ്പോഴാണ് മറ്റേ സ്പൈഡർമാൻ മറ്റേ കടിച്ചു നിന്നൊക്കെ പറഞ്ഞ സാധനം വന്നിരിക്കുന്നത്. മുകളിൽ എഴുതി കാണിക്കുന്ന നോക്ക്. അത് കുറച്ച് ഡിലേ ഉണ്ട് കേട്ടോ, എന്താണെന്നൊക്കെ അറിഞ്ഞൂടാ. യെസ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ടെറേനെ ക്രയോപോഡിലോട്ട് കയറ്റുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ആംഗിലോസോറസിനെ എടുക്കുന്നു. ആംഗിലോസോറസ് എവിടെ? ഓക്കെ ആംഗിലോസോറസിനെ എടുത്തു. എക്യുപ്പ് ഒരുപാട് മെറ്റലിങ്ങോട്ട് വേണം നമുക്ക്. അതിന് നമ്മൾ എക്യുപ്പ് സാഡിൽ സൂപ്പർ. നമ്മൾ സാഡിലിട്ടുള്ള ഈ സാധനത്തിന് അടിപൊളി. ഇനിയിപ്പോൾ സാഡിൽ എങ്ങനെ ഉണ്ടാക്കാനായിട്ടാണിത്? സാഡിൽ അൺലോക്കോലില്ല കേസ് നമ്മുടെ. ഈ മെറ്റലിങ്ങോട്ടൊക്കെ വേണം. അയ്യോ സ്മിത്തിൽ ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പോയി സാഡിൽ ഉണ്ടാക്കിയിട്ട് വരാം. എന്തൊക്കെ പണികളാണ്. ഒരു 10 മെറ്റലിങ്ങോട്ട് വേണം. മെറ്റലിങ്ങോട്ട് തൽക്കാലം ഇവിടെ നിന്ന് കൊത്തിക്കൊണ്ടും പോകാം നമുക്ക്. മറ്റേ ഇതിന് കൊത്തിക്കൊണ്ടും പോവാം, പിക്കാക്സിന്. ഓക്കെ നമ്മളങ്ങനെ കുറച്ച് നമ്മുടെ മെറ്റൽ കൊത്തി എടുത്തിട്ടുണ്ട്. യെസ് കുറച്ച് കിട്ടി ഗേസ്. ഒരു മിനിറ്റ് ഗേസ്, ഇവനൊന്ന് തീർക്കട്ടെ കേട്ടാ. അതെന്താ ഒരു മിനിറ്റ്. ഒരെണ്ണം തീർന്ന്, രണ്ടാമത്തെ തീർന്ന്, മൂന്നാമത്തെ തീർന്ന്, നാലാമത്തെ തീർന്ന്, എല്ലാം തീർന്ന്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ഞാനിപ്പോൾ കുറച്ച് മെറ്റലിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ അത് മതി. നമുക്ക് നമ്മുടെ ആംഗ്ലോനെ ടീമായിക്കൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ എല്ലാ ദിവസവും ഞാൻ പറയും സാധനങ്ങൾ ക്രാഫ്റ്റ് ആക്കാമെന്ന്. പക്ഷേ ടൈം കിട്ടലില്ല. ഞാൻ വിചാരിച്ചില്ല നമ്മൾ ആംഗ്ലോൻ്റെ സാഡിൽ ക്രാഫ്റ്റാക്കി തന്നെയാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ആംഗ്ലോൻ്റെ സാഡിൽ ക്രാഫ്റ്റ് ചെയ്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് അമ്പോ
ഇത് നോക്കി വീട്, ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ ഇവിടെ. ഇത് കൊള്ളാലാ. പക്ഷെ ഇവിടെ മറ്റേ ഫൗണ്ടേഷൻ രണ്ട് വരും കേട്ടാ. നമ്മൾ പാലമൊക്കെ നോക്ക്, കൊള്ളാലേ, സെറ്റ് സ്ഥലമാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇനി നമ്മുടെ ഇത് ഉരുക്കണം. അതിന് നമുക്ക് വുഡ് വേണം, അല്ലെങ്കിൽ പിന്നെ ഇനി വുഡിന് വേറെ പോകേണ്ടി വരും ഇനി. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ വന്നു, കുറച്ച് നമ്മുടെ വുഡ് എടുത്തു. യെസ്, വുഡ് എടുത്തു. വുഡ് ഇപ്പോൾ തൽക്കാലം അത്ര മതി. നമ്മളിനി വീണ്ടും മുകളിലോട്ട് കയറുന്നു. നമ്മുടെ സാധനം ക്രാഫ്റ്റ് ആകട്ടെ. ഗൈസ്, ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. ഇവിടം വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം സെറ്റായിട്ടാ. എല്ലായിടത്തും വെക്കാൻ പറ്റി നമുക്ക്, കുഴപ്പമില്ല, എല്ലായിടത്തും വെക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ മെറ്റ്ലിംഗ് കോട്ട്, യെസ്, നമ്മൾ 100 ആക്കിയിട്ടുണ്ട്. അയ്യോ, മെറ്റ്ലിംഗ് കോട്ട് പിന്നെ എന്തൊക്കെ വേണം അറിഞ്ഞൂടാ കേട്ടോ. വുഡ് ഇട്ട് കൊടുത്തു, എല്ലാം ലൈറ്റ് ഫയർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവിടെ കിടന്നാവട്ടെ. ആവുന്നില്ലേ? യെസ്, അതാവുന്നുണ്ട്. ഇത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇത് വെച്ച് ചരിഞ്ഞു പോയി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ചരിഞ്ഞെന്നാലും കുഴപ്പമൊന്നുമില്ല. അത് എങ്ങനെയൊക്കെ നിൽക്കട്ടെ. നിന്നല്ല, അതന്നെ ഭാഗ്യം. ഓക്കെ, നമ്മുടെ ആങ്കിലോസോറസ്, യെസ്, ഫൈബർ ഹൈഡ് വേണം. അപ്പോൾ ഹൈഡ് ഇട്ടു, ഇനി ഫൈബർ വേണോ അല്ലേ? ഓക്കെ, നമ്മുടെ ഈ കൈറ്റ് മൊത്തത്തിനകത്തോട്ട് മാറ്റാം കേട്ടോ, കൈറ്റിനും മറ്റേ ക്യാരറ്റിനൊക്കെ. ഓക്കെ, നമ്മൾ കൈറ്റ് മാറ്റി. ഇനി നെക്സ്റ്റ് ക്യാരറ്റ്, അത് മാറ്റാൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടാ. മിക്കവാറും ഈ സ്ഥലം തീരും തോന്നുന്നു. നമുക്ക് ഈ വാൾട്ട് പണിയണം ഓർണം, അത് നിർബന്ധമാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ പോയിട്ട് എൻ്റെ ഹൈഡ്, കുറച്ച് ഹൈഡല്ല, നമ്മുടെ ഫൈബർ, യെസ്. നമുക്ക് ഇതുവഴി പോകാൻ പറ്റുമല്ല? ഗീസ്, നമുക്ക് ഇതുവഴി ഒന്ന് പോയി നോക്കാം കേട്ടാ. ഞാൻ ഇതുവഴി പോയിട്ടില്ല. ഇതിലെന്തുള്ളേ നോക്കട്ടെ. മുകളിലോട്ട് കയറി, ഇവിടെ ഫൈബർ ഉണ്ടല്ല. ഓക്കെ, ഫൈബർ കിട്ടി. ഗൈസ്, അപ്പുറത്തോട്ട് പോകാൻ പറ്റും കേട്ടോ. നമുക്ക് പിന്നെ പോവാം. നമ്മൾക്ക് നമ്മുടെ ഫൈബർ ഇട്ട് കൊടുക്കാം. ഇടക്കിടക്ക് മിണ്ടണ്ട. അയ്യോ, ഇതിനകത്തല്ലേ. ഇടക്കിടക്ക് എൻ്റെ വായ ഇങ്ങനെ കുറേ നേരം സംസാരിക്കാൻ വായ വേനെടുക്കും. അപ്പോൾ ഞാൻ മിണ്ടായിരിക്കും. പിന്നെ ഗെയിംസ് ഉള്ളതുകൊണ്ട് പിന്നെ മിണ്ടായിരിക്കാനും പറ്റും, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഫൈബർ ഇട്ടു. ഇനി നമ്മുടെ മെറ്റലിംഗ് കോട്ട് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും. യെസ്, ആദ്യം നമുക്കുണ്ടല്ല മറ്റേ സാധനം ഉണ്ടാക്കണം, നമ്മുടെ ഇലക്ട്രിക്കൽ സാധനവും ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം ആദ്യമേ. മെറ്റലിംഗ് കോട്ട് ഇട്ടില്ലേ മൊത്തത്തിൽ? ഇപ്പോൾ എല്ലാം ഇട്ടല്ലേ. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ കെമിസ്ട്രി ബെഞ്ച് ജനറേറ്റർ, ആ സാധനമാണ് വേണ്ടത്. അതാണ് മെയിൻ സാധനം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫോർജ് പണിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റലിംഗ് കോട്ട് ഇട്ട് കൊടുത്തു. ഇത് സിൽക്കൊക്കെ മാറ്റണോ ഇനി ഇതിനകത്തുനിന്ന്? അത് പിന്നെ മാറ്റാം. ആങ്കിലോസോറസ് സാഡില്ല എന്തേ? ഓക്കെ, ഇനി എന്ത് വേണം? ഇനി ഹൈഡ് വേണം. വല്ലാത്തൊരു പണിയാണല്ലോ. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ഹൈഡൊന്ന് കളക്ട് ആക്കട്ടെ. നമുക്ക് ടെറനും കൂടെ തന്നെ പോവാം. ഈ തൈലോക്കോലൊക്കെ ഇറക്കിയിട്ട് നല്ല ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ടെറന കൊണ്ട് തന്നെ പോവാം കേട്ടോ. എവിടെ? ഓക്കെ, അവിടെ 2 റാപ്റ്റർ കുട്ടൻസ് ഉണ്ട്. നമുക്ക് അവന്മാരെ തന്നെ പൊടിക്കാം. യെസ്, റാപ്റ്റർ ബാടാ. അയ്യോ, ഇത് കൊള്ളുന്നില്ല കേട്ടാ. ഓക്കെ, ഒരെണ്ണം തീർന്ന്, രണ്ടാമത്തെ തീർന്ന്, എല്ലാം തീർന്നില്ലേ? യെസ്, എല്ലാവരും തീർന്ന്. നമുക്കപ്പോൾ ഹൈഡ് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ് കേസ് 400 ആക്കട്ടെ. അതാകുമ്പോൾ വേഗം കിട്ടും. മറ്റേത് ഇരുന്ന് കൊത്തി വരുമ്പോൾ നാളെയോ. അസൻറ്റിൻ്റെ വെപ്പൺ എടുത്ത് വെക്കണം നമുക്കിനി. എന്താണ് കമാൻഡ് യൂസ് ആകട്ടെ. അതെന്താ അത്? ആഹാ, അയ്യോ, ഞാൻ സ്റ്റക്കായിപ്പോയി. എവിടെ? അത് തീർന്നു, ഒരടിക്കന്നെ തീർന്നട്ടാ. അശോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കപ്പോൾ ഇനി നമ്മുടെ ഹൈഡ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഹൈഡും ഇട്ട് കൊടുത്തു. മറ്റേ 400 മാറ്റി 100 ആക്കണോ അല്ലേ? മറന്നുപോയി കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ ഹൈഡും ഇട്ട് കൊടുത്തു. യെസ്, ക്രാഫ്റ്റ് 1. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ആങ്കിലോസോറസിൻ്റെ സാഡിലും ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇതുണ്ടാക്കാനായിട്ട് ഒരു മിനിറ്റ്, വാൾട്ട് ഉണ്ടാക്കാൻ എന്തൊക്കെയാണോ നോക്കട്ടെ കേട്ടാ. വാൾട്ട് ഉണ്ടാക്കാനായിട്ട് യെസ്, ഇതിന് ഓയിൽ വേണം. ഓയിൽ ഉണ്ടാക്കാൻ കുറച്ച് ചടങ്ങാണ്. നമുക്ക് വെള്ളത്തിനടി പോകേണ്ടി വരും. അയ്യോ, പിന്നെ നമ്മുടെ സ്കൂബ, അത് നോക്കട്ടെ കേട്ടാ. സ്കൂബ ഗൈസ്, ഓയിൽ അടിക്കാനായിട്ട് വെള്ളത്തിനടി ഓയിലുണ്ടാ? വെള്ളത്തിനടി, പക്ഷേ വെള്ളത്തിനടി നമ്മൾ എങ്ങനെ കൊണ്ടുപോകണതിനോനാ? വേറെ ഓയിൽ നമുക്ക് ഐലൻഡ് മാപ്പിൽ പോകേണ്ടി വരും, വേറെ ഓയിൽ അടിച്ച് കൊണ്ടുവരണമെങ്കിൽ. പക്ഷേ ഈ മാപ്പിന് എവിടെ ഓയിലുള്ളാവോ? വെള്ളത്തിൻ്റെ തന്നെ പോകേണ്ടി വരും. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോവാം. നമ്മുടെ ആങ്കിലോന അല്ല, സോറി, നമ്മുടെ മെറ്റൽ കുറച്ച് അല്ല, നമ്മൾ മെറ്റൽ ഇപ്പം എന്തിനാ അടിക്കണ? അയ്യോ, അത് ഞാൻ മറന്നുപോയല്ല. എന്തെന്നാ ഇത്? ഞാൻ മെറ്റൽ ഇപ്പം എന്തിനാ അടിക്കാൻ ആലോചിച്ചത്? അയ്യോ, നമ്മുടെ സാധനം ഉണ്ടാക്കാനായിട്ടല്ലേ? ഓക്കെ, മനസ്സിലായി. നമ്മുടെ ഇതുണ്ടാക്കാൻ ആദ്യം നമുക്ക് ഈ സാധനം ഉണ്ടാക്കണം. ഇതിന് ഇലക്ട്രോണിക്സ് മെറ്റലിംഗ് കോട്ട്. ഓക്കെ, അപ്പോൾ മെറ്റലിംഗ് കോട്ടല്ലേ അതിനകത്തില്ലേ? ഇലക്ട്രോണിക്സ് നമ്മൾ വെള്ളത്തിനടി പോകേണ്ടി വരും കേട്ടോ.
വെള്ളത്തിനടി പോകേണ്ടി വരും ഇലക്ട്രോണിക്സ് തപ്പാനായിട്ട്. പിന്നെ നമ്മുടെ ബേസ് ഉണ്ട് കുറച്ച്. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കപ്പോൾ നേരെ നമ്മുടെ ബേസിൽ പോയിട്ട് എല്ലാ സാധനവും എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്കിനി ബേസിൽ പോകണം. ഇത് അങ്ങാട്. ഞാൻ ആലോചിക്കുന്നതേ, ഞാൻ ഈ സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്കാം ഗൈസ്. അതാ നല്ലത്. ഈ സാധനം മൊത്തം ഞാൻ ആവശ്യമുള്ള എല്ലാം കളക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് എല്ലാം വെച്ച് തുടങ്ങാം. അതായത് ഇൻഡസ്ട്രിയിൽ വെക്കുള്ള സാധനങ്ങൾ കളക്ട് ആക്കാം, എല്ലാം കളക്ട് ആക്കി വെക്കാം കേട്ടോ. അതാ നല്ലത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ ചെറുത്തനാണ്. ഇന്നത്തെ ചെറിയ എപ്പിസോഡായിപ്പോ അല്ലേ, കുഴപ്പമില്ല. നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് വലുതാക്കാം. ആക്കുമെന്ന് ഞാൻ ഇപ്പോൾ പറയും, പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.